Powered by Lulu Super Shopping Deals, Super Products, Super Savings. Hello, good evening, Merry Christmas. കലക്കൻ ക്രിസ്മസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലൈവ് ഒക്കെ ആയിട്ട് തിരിച്ച് വലിയൊരു ബാങ് ആയിട്ടാണ് UBL ഈ ക്രിസ്മസിന് വന്നിരിക്കുന്നത്. കലക്കൻ, അതാണ് നമ്മുടെ പേരിട്ടിരിക്കുന്നത് കേട്ടോ, കലക്കൻ. എല്ലാം ഞങ്ങൾ ഇന്ന് കലക്കി തെളിയിച്ചിരിക്കും അല്ലേ? ഒരുപാട് സർപ്രൈസ് ഉണ്ട്, ഞങ്ങൾക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ട്. അതെ, സോ ഞങ്ങളെ മറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഇൻട്രോ കൊടുക്കാം. ഐ ആം സിമി. നിങ്ങൾക്ക് വിളിക്കാം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0423824991. അപ്പൊ നമ്മുടെ ഇന്ന് ഫുൾ ക്രിസ്മസ് നിങ്ങളോടൊപ്പമാണ് ഞങ്ങള്. ക്രിസ്മസിന് എല്ലാവരും നല്ല കേക്കും അതുപോലെ തന്നെ വൈനൊക്കെ കുടിച്ചിട്ടുള്ളവർ വൈനും, നല്ല ക്രിസ്മസിന്റെ നല്ല അപ്പവും സ്റ്റൂവും ഫുഡും ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് വിളിക്കാം. നമ്മള് UBL നിങ്ങളുടെ കൂടെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഒന്നും കൂടെ നമ്പർ പറഞ്ഞോ. അതെ, 0423824991 എന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളുടെ സംസാരിക്കാം. ഇന്നത്തെ ക്രിസ്മസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് വിളിക്കുന്ന എല്ലാവരുടെയും നമ്പർ ആൻഡ് പേര് ഒരു ലക്കി ഡ്രോയിൽ പോകുന്നതായിരിക്കും. എന്നിട്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും ഒരു ലക്കി വിന്നറിന് ഞങ്ങൾ ഒരു യമ്മി ലിഷ്യസ് ക്രിസ്മസ് കേക്ക് ഗിഫ്റ്റ് ആയി തരുന്നതായിരിക്കും. ഓക്കെ, ഒരാളെ മാത്രമല്ല കേട്ടോ, ക്രിസ്മസ് ആയതുകൊണ്ടും നമ്മുടെ UBL എന്ന നമ്മുടെ ലൈവ് കാണുന്നവർക്ക് നമുക്ക് ഒരെണ്ണം അല്ല അതിൽ കൂടുതൽ വിന്നേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുക്കും കേട്ടോ. സോ മേക്ക് ഷുവർ നമ്മളെ പെട്ടെന്നായിട്ട് വിളിക്കുക, നമുക്ക് സംസാരിക്കാം, നമുക്ക് ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവെക്കാം. അപ്പോ ആശംസകൾ അറിയിക്കാം. നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഇപ്പൊ പിന്നെ എല്ലാരും വിചാരിച്ചാണ് ഇപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഡിന്നർ ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന്. ഇല്ല, ഇനിയാണ് നിങ്ങളുടെ സെലിബ്രേഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ 10:30 വരെ നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. അതുപോലെ നമുക്ക് വേറൊരു വിശേഷം അവരോട് പങ്കുവെക്കാൻ. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ UAE-ലാണ്. നമുക്കറിയാം കുറെ പേര് ഇപ്പം യാത്രകൾ ഒക്കെ ചെയ്ത് നാട്ടിലൊക്കെ അല്ലെങ്കിൽ പുറത്തൊക്കെ രാജ്യത്തൊക്കെ പോയി. പക്ഷെ നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തെ മിസ് ചെയ്യാനേ നിങ്ങളെ സമ്മതിക്കത്തില്ല. അതായത് ഈ വരുന്ന ന്യൂ ഇയർ നമുക്കൊരു ബാങ്കോട് കൂടി, വെറും ബാങ്ക് അല്ല, നല്ല ചെണ്ടും മേളത്തോട് കൂടി നമ്മൾ നമുക്കറിയാം. നാട്ടില് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നാട്ടിലെ ഒരു വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം പേർക്ക് ഞാനൊന്നും ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയി കണ്ടില്ല. ഭയങ്കര ക്രൗഡ് ആയിരിക്കും അങ്ങനെ. അപ്പൊ ഈ ന്യൂ ഇയറിന് December 31 അജ്മാനിൽ, അത് ഇന്ത്യൻ അസോസിയേഷൻ അജ്മാനിൽ വെച്ചിട്ട് അജ്മാൻ പൂരമാണ് നടക്കാൻ പോകുന്നത്. അജ്മാൻ പൂരം 2025 ആദ്യമായിട്ടാണ് അജ്മാന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആഘോഷം. കാരണം ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു മോഡേൺ സെലിബ്രേഷൻ ആണ് എല്ലാവരും അല്ലേ? പക്ഷെ ഇവിടെ ഒരു നല്ലൊരു ഫ്യൂഷൻ ആണ്. അതായത് നമ്മുടെ കേരളീയമായ ആ ഒരു എന്താ പറയാ ട്രഡീഷണൽ സെലിബ്രേഷൻ, ന്യൂ ഇയറിന്റെ മോഡേൺ സെലിബ്രേഷൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ഹൈദരാബാദി ബിരിയാണി പരുവത്തിലാണ് ഇപ്രാവശ്യം നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള അൺപ്ലഗ്ഡ് സോങ്സ് ഒരുപാട് പാടിയ, യൂട്യൂബിൽ നോക്കിയാൽ ഒത്തിരി ഫാൻസ് ഉള്ള ഒരു നല്ലൊരു സിംഗറാണ് മിസ്റ്റർ പാട്രിക് മൈക്കൽ. അപ്പം അദ്ദേഹത്തിന്റെ ബാൻഡ്, അതായത് ബാൻഡിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ കായലരികത്ത്. അതെ. അപ്പോ അതുപോലെ തന്നെ DJ ഡേ ഉണ്ട്. ഫുഡ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫുഡ് വെറൈറ്റീസ് ട്രൈ ചെയ്യാം. കളറിപ്പയറ്റുണ്ട്, ചെണ്ടമേളം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് അവിടെ വരാൻ പോകുന്നത്. സോ അഗെയിൻ അജ്മാൻ പൂരം ഇന്ത്യൻ അസോസിയേഷൻ അജ്മാനിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. മറക്കണ്ട, ഡേറ്റ് December 31 വൈകുന്നേരം 6 മണിക്ക് ഗേറ്റ് ഓപ്പൺ ആവും. അപ്പൊ മേക്ക് ഷുവർ ദാറ്റ്. ഇതിനൊരു ഹൈലൈറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലെ? അത് മാത്രമല്ല, ഉത്സവത്തിന് ഉണ്ടാവുന്ന കുറെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ അവിടെ കാണാൻ പറ്റും. ആന ഉണ്ടാവും, അതുപോലെ ചെണ്ടമേളം, പിന്നെ കളരിയൊക്കെ ഉണ്ടാവും അല്ലെ? അതെ, അതുപോലെ ഒത്തിരി ഫുഡ് ഐറ്റംസും പിന്നെ കുറെ ഒരു എന്താ പറയാ മ്യൂസിക്കൽ ഷോ ഒക്കെ ഉണ്ടാവും. പക്ഷെ എപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വലിയൊരു ഫെസ്റ്റ് ആവുമ്പം എന്തായാലും ടിക്കറ്റ് എക്സ്പെൻസീവ് ആയിരിക്കും. അതാണ് ഹൈലൈറ്റ്. ടിക്കറ്റ് ഉണ്ടാവും, എല്ലാം ഫ്രീ എൻട്രി ആണ്. അപ്പൊ എല്ലാവരും വരാൻ, ഡോണ്ട് മിസ് ദിസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് എൻട്രി ഫ്രീ ആണ്. ബട്ട് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എ പ്രീമിയം ടിക്കറ്റ് മേക്ക് ഷുവർ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരെ നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. പ്രമോ വീഡിയോസ് ഇതിന് നമ്മുടെ ബ്രേക്സിനൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടാവും. അജ്മാൻ പൂരം മറക്കണ്ട.
സോ അഗെയിൻ നമുക്ക് ഞങ്ങൾ ഇന്ന് തുടങ്ങിയപ്പോ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരു ക്ലൂ കൊടുക്കണ്ടേ? ക്ലൂ കൊടുത്തേക്കാം. ആരാണ്? എന്താ പറയാ? ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതാണ് ക്ലൂ അല്ലേ? കാരണം ബ്യൂട്ടിഫുൾ അവർക്ക് ചെറിയ ഒന്നും കൂടി ഒരു ക്ലൂ കൊടുക്കാം. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ബട്ട് അത് കൂടാതെ ഒരു ചെറിയൊരു ക്ലൂ കൊടുക്കണ്ടേ? സെലിബ്രിറ്റി ആണ്, സിനി ആർട്ടിസ്റ്റ് ആണ്, ആക്ട്രസ് ആണ്, അപ്പം അഭിനയത്തിൽ മാത്രമല്ല അതിനേക്കാളും കൂടുതൽ ഷീസ് ഫേമസ് ഫോർ ഹർ വോയിസ് അല്ലേ? അവരുടെ വോയിസ് ആണ് കൂടുതൽ ഫേമസ്. സോ നമ്മളപ്പോ ഇങ്ങനെ ക്ലൂ തന്ന് ഞാൻ മൊത്തം അങ്ങ് പറയും. ഇവളെന്നോട് ചോദിച്ചു വേറെ ചെറിയൊരു ക്ലൂ ഞാൻ തരാം. പലരുടെയും ഭാഗ്യം ഈ വരുന്ന ഒരു ഗസ്റ്റിന്റെ കയ്യിലാണ്. ഓക്കെ, നമുക്കൊരു കുട്ടി സോങ് കണ്ടിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് ഗസ്റ്റുമായിട്ട് തിരിച്ചു വരാം. പോയിട്ട് പെട്ടെന്ന് വരാം. പെയ്യുമീരാവിൽ വാനിൽ തെളിയുന്നു ദിവ്യതാരകം. കുളിരു പെയ്യുമീരാവിൽ വാനിൽ തെളിയുന്നു ദിവ്യതാരകം. അരുളിടുന്നു അവിടുത്തെ പിറവി തൻ ദിവ്യ സന്ദേശം. അരുളിടുന്നു അവിടുത്തെ പിറവി തൻ ദിവ്യ സന്ദേശം. പൊന്നുമീറക്കുന്തിരിക്കം കാഴ്ചവെക്കാം നിൻ സന്നിധിയിൽ. ആരുമലേ അമലാസുതനെ ആരാരിരോ ആരാരിരോ. പൊന്നുമീറക്കുന്തിരിക്കം കാഴ്ചവെക്കാം നിൻ സന്നിധിയിൽ. ആരോമലേ അമലാസുതനെ ആരാരിരോ ആരാരിരോ. Powered by Lulu Super Shopping Deals, Super Products, Super Savings. വെൽക്കം ബാക്ക് ടു കലക്കൻ ക്രിസ്മസ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ് ഗസ്റ്റ് ഇതാ ഞങ്ങളുടെ നടക്കിരിക്കുകയാണ്. സർപ്രൈസ് ഗസ്റ്റ് ഞാൻ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന കേട്ടോ. ബിക്കോസ് ക്രിസ്മസ് ആയാൽ നമ്മൾ ഗിഫ്റ്റ് പാടുള്ളൂ. സത്യമായിട്ടും. കാരണം ഇപ്പോ ഗിഫ്റ്റ് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയോ? ഇന്ന് ആക്ച്വലി ക്രിസ്മസ് ആയിട്ട് കിട്ടിയില്ല. എന്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ, 21st. അപ്പൊ അങ്ങനെ കിട്ടി. ഓക്കെ. അപ്പൊ സ്നേഹയെ കുറിച്ച് ഞങ്ങള് നേരത്തെ കുറച്ച് ഐഡിയാസ് ഒക്കെ കൊടുത്തിരുന്നു. സ്നേഹ ക്ലൂ കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു, RJ ആണെന്ന് പറഞ്ഞു. സിംഗർ ആണോ സ്നേഹ? നോട്ട് അറ്റ് ഓൾ. എനിക്കറിയാം ഇവിടെ നമ്മുടെ ക്രൂവിലെ കുറച്ച് പേര് തെറ്റിദ്ധരിപ്പിച്ചു ഇവരെ ഞാൻ സിംഗർ ആണെന്നൊക്കെ. ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറയുകയാണെങ്കിൽ മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാ? എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് കോമഡി പാട്ടുകളെ കൂടുതൽ ഓർമ്മ വരും. കാരണം എല്ലാ വർഷവും ക്രിസ്മസിന് നമ്മുടെ കരിക്കിന്റെയും ഇൻസ്റ്റയുടെയും ഒക്കെ കുറെ പുതിയൊരു റിലീസ് ഉണ്ടാവുമല്ലോ ക്രിസ്മസിന്. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരിക. പക്ഷെ നോട്ട് ദ റൈറ്റ് ടൈം ആൻഡ് പ്ലേസ് ടു സിംഗ് ദോസ് സോങ്സ് എനിക്കറിയാം. ഏതായിരിക്കും പാട്ട് പറയാൻ പറ്റത്തില്ലേ? കണ്ണും കണ്ണും കാത്തിരി, അതാണോ? ഉണ്ണിപ്രന്നല്ലോ പാട്ടുകളുണ്ടല്ലോ. ഞങ്ങള് പിന്നെ ഇവിടെ സ്ഥിരം അങ്ങനെയൊക്കെ. അപ്പൊ പാട്ടിന്റെ കാര്യം എന്താണെങ്കിലും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണെന്നാണ് പറയുന്നത്. ചിലപ്പോ അറിയാമെങ്കിലും ചിലപ്പോ പാടാത്തിരുന്നാലും അറിയത്തില്ല. വേറെ പ്രത്യേകതയുണ്ട് സിമി. ഞങ്ങളുടെ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് നമുക്ക് എന്താ പറയാണ്, എല്ലാ ക്രിസ്മസ് ആഘോഷത്തിലും യുബിയിലൂടെ സ്നേഹം ഉണ്ടാവും. അതെ, ലൈക്ക് കമ്മിങ് ബാക്ക് ഹോം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഇന്നിവിടെ പറയായിരുന്നു, കഴിഞ്ഞ 25th ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ആൻഡ് നമ്മൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കോൺവെർസേഷൻ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ
ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് യുഎയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് ട്രിപ്പ് പോകാൻ വളരെ എളുപ്പമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം കഴിവതും മിക്ക ആൾക്കാരും ട്രിപ്പ് പോകുന്ന സമയത്ത് ഈ ഡിസംബർ എന്ന് പറയുന്നിടത്ത് ഐ വാസ് ട്രാവലിംഗ് ടു. എനിവേ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ലൈക്ക് വി സ്റ്റാർട്ടഡ് വിത്ത് ഗിഫ്റ്റ്. അപ്പം സ്നേഹയ്ക്ക് പറഞ്ഞ പോലെ ബർത്ത്ഡേ ക്രിസ്മസിന് അടുത്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് ക്രിസ്മസിന്റെ അടുത്താകുമ്പോഴത്തേക്ക് ഒന്ന് വിഷ് ചെയ്താൽ മതി. എനിവേ വാട്ട് എൽസ് കംസ് ടു യുവർ മൈൻഡ് യുവർ ചൈൽഡ്ഹുഡ്? ഐ നോ ഇറ്റ്സ് എ ക്ലീഷേ ക്വസ്റ്റ്യൻ, സ്റ്റിൽ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് പോവുക, ഗിഫ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. വാട്ട് വാസ് യുവർ മെമ്മറി? അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നോ ക്രിസ്മസില്? ഐ മീൻ നമ്മളുടെ വീട്ടില് അങ്ങനെ വലിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാവാറില്ല. കാരണം ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപോലെ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. റിലീജിയൻ വൈസ് ഒക്കെ ആണല്ലോ. പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ടേ ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഈ ഡിസംബറിന് ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടല്ലോ. ഒരു എനിക്ക് തോന്നുന്നു എവറി വൺസ് ഫേവറേറ്റ് മന്ത് ഓഫ് ദി ഇയർ എന്ന് വേണമെങ്കിൽ ഡിസംബർ എന്ന് പറയാം. അപ്പൊ ഞാൻ വാശി പിടിച്ചിട്ട് നമ്മുടെ വീട്ടിലൊരു സ്റ്റാർ തൂക്കുമായിരുന്നു. അതായിരുന്നു നമ്മുടെ കൂടിയിട്ടുള്ള ഒരു ക്രിസ്മസ് തിങ് എന്ന് പറയുന്നത്. സാന്റ വരും. അതും അഗൈൻ ഭയങ്കര മോശം കാര്യമാണ്. ആക്ച്വലി ഭയങ്കര റിലീജിയസ് ആണ് ആ കാര്യത്തിലും. അതായത് നമ്മുടെ നാട്ടില് ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ മാത്രമേ കാരൽ ആ ഗ്രൂപ്പ് വരുള്ളൂ. അപ്പൊ നമ്മുടെ നാട് തൃശ്ശൂര്. ഇപ്പൊ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോ നാട്ടിലെ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 9 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്പൊ മാറിയിട്ടുണ്ടാവും. ഇപ്പൊ ദുബായിലുണ്ട്. ആക്ച്വലി ദുബായിലുണ്ട്. ഇപ്പൊ നമ്മള് ഓരോ പള്ളികളുടേതായിട്ടുള്ള, ഞങ്ങളുടെ ഒക്കെ പള്ളിയിലും അല്ലെങ്കിൽ മറ്റ് ഓർത്തഡോക്സ്, മാർത്തോമൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏരിയ ഗ്രൂപ്പ്സ് ഉണ്ട്. ഏരിയ പ്രേയറുകാര് നമ്മൾ ഓരോ ഏരിയസിലും ഉള്ളവര് നമ്മുടെ ഒക്കെ വീട്ടിൽ വന്നിട്ട് ടൈം അറേഞ്ച് ചെയ്തിട്ട്. ഓക്കെ, ഹലോ ഹലോ, വെൽക്കം ടു കൽക്കൻ ക്രിസ്മസ്. ആരാത്? എന്റെ പേര് ബിൽക്കിസ്. ബിൽക്കിസ്, യാ, മെറി ക്രിസ്മസ് ബിൽക്കിസ്. എന്റെ കൂടെ വേറെ 2 സുന്ദരികളുണ്ട്, കണ്ടോ? മെറി ക്രിസ്മസ് ബിൽക്കിസ്. മെറി ക്രിസ്മസ്. കാണുന്നുണ്ടോ? ടിവിയിൽ ഇപ്പൊ കണ്ടോന്നുണ്ടോ? ഇല്ലില്ല, കാണുന്നില്ല. ശബ്ദം കേട്ടിട്ടൊന്ന് ഗസ് ചെയ്തേ ആരാന്ന്. വെളിയിലാണ്, അതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യും, ഒരാളിപ്പോ സംസാരിക്കും, ശബ്ദം കേട്ടിട്ട് ആരാന്ന് ഗസ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ബിൽക്കിസ്. ഹായ് ബിൽക്കിസ്. ഇപ്പൊ എവിടെയാ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കണേ? ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നില്ല. ഇന്ന് ഓഫീസില് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഇപ്പൊ ട്രാഫിക്കില് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഡ്രൈവിംഗിലാണ്. കൂൾ കൂൾ കൂൾ. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ആ ഗസ്റ്റ് വോയിസിനുള്ള ഒരു ക്ലൂയിലേക്കാണ് നമ്മൾ എത്തിയത്. വോയിസിന് ഗസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കാണെന്നാണ് ഒരു ക്ലൂ തരാം. സ്ഥിരം ഇങ്ങനെ കാറിൽ പോകുമ്പോ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. സ്നേഹ. ഞങ്ങള് സ്നേഹയോട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബിൽക്കിസിന് സ്നേഹയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? ക്രിസ്മസ് സെലിബ്രേഷൻ ഇന്ന് മെയിൻലി ഇസ് വിത്ത് UBL. ഇവിടെയായിരുന്നു ഞാൻ ഒരു ഈവനിങ് മുതൽ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്ത. ഇവിടെ നല്ല അടിപൊളി മറ്റേ കേക്ക് കട്ടിങ്ങും പിന്നെ നമ്മള് ഫുൾ എല്ലാവരും ഭക്ഷണം കഴിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻലി അതായിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഫ്രണ്ട്സുമായിട്ടൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. അത് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലെ? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. സോ ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ് മോസ്റ്റ്ലി. നമ്മളും അതുപോലെ തന്നെയാണ് ആഘോഷിച്ചത്. ഇന്നലെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു, ഇന്ന് ഓഫീസിലായിരുന്നു. അടിപൊളി അടിപൊളി. ഇപ്പോഴും ഫ്രണ്ടിന്റെ കൂടെ നമ്മളിങ്ങനെ മാളിലൊക്കെ പോയി കറങ്ങി വരാൻ വേണ്ടിട്ട് മോളില് ക്രിസ്മസ് ഈ വൈബൊക്കെ പിടിച്ചു അല്ലേ? അതെ, ക്രിസ്മസിന് പുതിയ സിറ്റിയില് നല്ല വൈബാണ്. ക്രിസ്മസിന് പുതിയ സിനിമ വല്ലതും കണ്ടോ ബിൽക്കിസ്? ഇല്ല, ഒന്നും കണ്ടില്ല. ഇല്ല ഇല്ല. അപ്പൊ അവസാനം കണ്ട സിനിമ ഏതാ? സ്പെഷ്യലി ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മൂവി കാണുന്ന ആളല്ല. അപ്പൊ ഓർമ്മയില്ലേ അവസാന സിനിമ കണ്ടിട്ട്? അങ്ങനെ പറയരുത്, കാണുന്ന ആളായിരിക്കത്തില്ല. ഓക്കെ, നിങ്ങളുടെ ഓഫീസില് ആർക്കെങ്കിലും ക്രിസ്മസ് വിഷ്, ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ? ഉണ്ടായിരുന്നു. എന്താ ഗിഫ്റ്റ് കിട്ടിയത് ബിൽക്കിസിന്? എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഒരു വാച്ച് കിട്ടി, എന്റെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം കിട്ടി, ചോക്ലേറ്റ്സ് കിട്ടി. ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ആക്ച്വലി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കസ്റ്റം ഒക്കെ വരുമ്പോൾ കൂടുതൽ നമുക്കൊരു ഗിഫ്റ്റ് ഒരാൾക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു കണക്ഷൻസ് ഒക്കെ കൂട്ടുന്ന ഒരു സമയമാണ്. 1 വീക്ക് ആയിട്ട് എന്റെ സീക്രട്ട് സാന്റ എനിക്ക് ഗിഫ്റ്റ് തന്നോണ്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വെറും ഗിഫ്റ്റ് ആവാൻ സാധ്യതയില്ല.
ഇല്ല. ബിൽക്കിസ് തിരിച്ചെന്താ കൊടുത്തേ ഫോർ യോർ ക്രിസ്മസ് ഫ്രണ്ട്? ഞാനൊരു ബാഗ് വാങ്ങിച്ചു കൊടുത്തു. ആക്ച്വലി ഇപ്പം ഈയിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റുന്ന ഒരു മീം, ഒരു വൈറൽ വീഡിയോസ് ഉണ്ട്. ഈ സീക്രട്ട് സാന്റ ആക്കിയിട്ട് അവർ പറയും ലൈക്ക് ഞാൻ ഒത്തിരി സ്പെൻഡ് ചെയ്തിട്ട് ലൈക്ക് തിരിച്ചൊരു കപ്പ് അല്ലെങ്കിൽ പെന്ന്. എനിവേസ് ബിൽക്കീസ്, ഇറ്റ് വാസ് നൈസ് അങ്ങനെ ടോക്കിംഗ് ടു യു. ഡിസപ്പോയിന്റ് ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതെ അല്ല, ഇപ്പം കിട്ടിയതും കൊടുത്തതും രണ്ടും നല്ലതാണ്. സോ ബിൽക്കിസ് പാട്ട് പാടുവോ സിനിമ കണ്ടില്ലെങ്കിലും? പാട്ട് പാടുമൊന്നുമില്ല, ഇങ്ങനെ നിർബന്ധിച്ചാലൊന്ന് പാടിക്കോളൂ. ഇല്ല പാടില്ല. നിർബന്ധിച്ചിരിക്കുന്നു. ഇല്ല ഇവിടെ സാന്റാക്ക് റെഡിയാണ് പാട്ട് കേൾക്കാൻ. ഒന്ന് പാടിയേക്ക് സൈഡിൽ. ടാറ്റ ടാറ്റ വേവ് ചെയ്യാ. ക്യൂട്ട് സാന്റ നോക്കുന്നു. ശരി. Okay, അപ്പം thank you. Your name will be entering the lucky draw. അപ്പം പ്രോഗ്രാം കഴിയുമ്പോൾ അവസാനം വരെ നോക്കണം. ആ ലക്കി വിന്നർ ചിലപ്പം ബിൽക്കീസ് ആവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Merry Christmas. ഇന്ന് മിക്കവർക്കും ജോലിയുള്ള ദിവസം കൂടെയാണ്. ഇറ്റ്സ് വെനസ്ഡേ, റൈറ്റ്? ചില കമ്പനീസിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ലീവ് ഒക്കെ. ചില ക്രിസ്ത്യൻസിന് ചിലപ്പം റിലീജിയസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് കൊടുക്കുന്നു. നമുക്ക് കോളർ ഉണ്ടോ? ഇല്ല. സോ കമ്മിങ് ബാക്ക് ടു സ്നേഹാസ് ക്രിസ്മസ്. എനിക്ക് ഇപ്പൊ ഈ ഇടയായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഞാൻ മുൻപ് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കോമ്പൻസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഐ വെയിറ്റ് ഫോർ ഡിസംബർ ടു കം. അതിന് മുന്നേ തന്നെ ഞാൻ ഈ ക്രിസ്മസ് സ്വെറ്റേഴ്സ് മേടിക്കും, ക്രിസ്മസ് ജമ്പേഴ്സ് ഒക്കെ മേടിച്ചു വയ്ക്കും. എന്നിട്ട് മറ്റേ എക്സസറീസ് ലൈക്ക് റെയിൻഡിയർ ഹെയർ ബാൻഡ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് അതൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ വെക്കും. എന്നിട്ട് ഓരോരോ വീക്കെൻഡ്സിൽ ഇങ്ങനെ നമ്മുടെ ക്രിസ്മസ് വീക്കെൻഡ്സ് ഒക്കെ പുറത്തു പോകുമ്പോൾ അതൊക്കെ ഇടുക എന്നൊക്കെ ഉള്ളതാണ് എന്റെ മെയിൻ ജോയ് എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി സ്കൂളിൽ ഇപ്പൊ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വി ഹാവ് എ ജമ്പർ ഡേ ബിഫോർ ദ ഹോളിഡേയ്സ്. നമുക്ക് സ്കൂളിൽ തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാവരും തന്നെ ഈ ക്രിസ്മസ് ജമ്പേഴ്സ് വെയർ ചെയ്ത് വരും വിത്ത് ഹാറ്റ്. സോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേം കൂടി ഒക്കെ ഈ സോഷ്യൽ മീഡിയ, വിഷ്വൽ മീഡിയാസ് ഒക്കെ ഇത്രയും മേ ബി എന്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഇത്രയും അങ്ങോട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് നൗ ഇറ്റ്സ് ലൈക്ക് എവറിഥിങ് ഇസ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഇന്നിപ്പോ തന്നെ ക്രിസ്മസിനൊക്കെ ഫോർ us ഇറ്റ്സ് ലൈക്ക് വാച്ചിങ് എ മൂവി, സ്പെൻഡിങ് മൂവി. ആക്ച്വലി ഞാനൊന്നൊരു മൂവി കണ്ടിട്ടാ വരുന്നത്. ഏതാണ്? റൈഫിൾ ക്ലബ്. ക്രിസ്മസ് മൂവി ക്രിസ്മസ് മൂവി ഇന്നലെ വീട്ടിലിരുന്ന് കണ്ടു. റെഡ് വൺ, ഡ്വെൻ ജോൺസന്റേത്. It's on Prime. Okay. Yeah, it's again ഓരോ നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ശരിക്കും ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ടൈപ്പിലൊരു. ഓക്കെ, ഞാൻ മൂവി തുടങ്ങി വെച്ചു. പക്ഷെ ഐ വാണ്ടഡ് ടു വാച്ച് സംതിങ് വെരി ക്രിസ്മസി. പക്ഷെ ഇത് ക്രിസ്മസി അല്ലാത്തതുകൊണ്ട് അതിലെ നിക്കോളസിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. ബ്രദർ ദ വിച്ച് ഇസ് കിഡ്നാപ്പിംഗ് and I was so curious to know, oh my god. So they wanted to make the kids feel that അവർക്ക് ആ പിള്ളേർക്ക് ഫീൽ ചെയ്യണം ഇതൊക്കെ റിയൽ ആണ്, അങ്ങനെ ഒരു വേൾഡ് തന്നെ ഉണ്ട്. അപ്പൊ ഞാനതിരുന്ന് മൊത്തം ഇരുന്ന് കണ്ടു അല്ലേ. ഞാനിപ്പോ സാന്റനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ. ഡു യു ബിലീവ് ഇൻ സാന്റ? ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? ലൈക്ക് നോർത്ത് പോളിൽ ഒരാളുണ്ട്. നോട്ട് റിയലി. എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ഓരോ ഫെസ്റ്റിവലിനെയും സംബന്ധിക്കുന്ന ഇപ്പം മഹാബലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സാന്റ ആയിക്കോട്ടെ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മെസ്സേജ് ആണ് ആളുകൾക്ക്. എനിക്ക് തോന്നുന്നു ഒരു ഹാപ്പിനെസ് ആൻഡ് ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ടാണ്. പിന്നെ വി വുഡ് വാണ്ട് ടു ബിലീവ് ഇൻ ഇറ്റ്. നമ്മളത് കേട്ട് വളർന്നുകൊണ്ട് നമുക്ക് അത് ഉണ്ട് എന്നിങ്ങനെ കേൾക്കുന്നതാണ് നമ്മളുടെ ഒരു സന്തോഷം. ബട്ട് പ്രാക്ടിക്കലി വി നോ ലൈക്ക് അങ്ങനെ ജസ്റ്റ് ലൈക്ക് ടൂത്ത് ഫെയിറി എന്നൊക്കെ പറയുന്നത്. How about you, Simi? വീട്ടിലെ സാന്റ ഗിഫ്റ്റ് കൊണ്ടുവെക്കുക, അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു? ചിമ്മിക്കൂടെ. The thing is that നമ്മൾ കുഞ്ഞായിരിക്കുമ്പം നിങ്ങൾക്ക് രണ്ടുപേരും ഒക്കെ റിലീജിയസ് വൈസ് നോക്കുവാണെങ്കിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ സിറ്റിംഗ്. സോ റിലീജിയസ് വൈസ് നോക്കുവാണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്നേഹ പറഞ്ഞ പോലെ 100% കറക്റ്റ് ആണ്. ബട്ട് നമ്മുടെ ചെറുപ്പത്തിലും നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പേരൻസ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏജ് വരെ നമ്മളത് നമ്മൾ പേരൻസ് ആകുമ്പം കുട്ടികളോട് അങ്ങനെ ചെയ്തു തുടങ്ങും. സോ അതിലൊരു ഹാപ്പിനെസ് ശരിക്കും ഉണ്ട്. ഇപ്പൊ ഇത്ര പ്രായമായിട്ട് പോലും നിങ്ങൾക്ക് എത്ര പേര് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ്
സാന്റ വില്ലേജ്. ഇറ്റ്സ് ഇൻ ഫിൻലൻഡ്. റുവനാമി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഫിൻലൻഡിൽ ഞാൻ ഡിസംബർ സമയത്ത് പോയതുകൊണ്ട് തന്നെ അവിടെ കുറച്ചു നേരം രാവിലെ സമയമുള്ളൂ. കാരണം സൺ എപ്പോഴും അങ്ങനെ ഒരു മങ്ങിയ കളറാണ്. അതെ, സാന്റ വില്ലേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാന്റ ക്ലോസ് ഉണ്ട്, മിസ്റ്റർ സാന്റ ഉണ്ട്, സ്നോമാൻ ഉണ്ട്. എല്ലാവർക്കും ഉള്ള സ്ഥലങ്ങളും നമ്മൾ അവിടെ ചെന്നിട്ട് പോസ്റ്റ് കാർഡിൽ നമ്മുടെ പേരൻസിനോ ആർക്ക് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അയക്കാം. അപ്പൊ അവിടെ ഫിൻലൻഡിൽ നിന്ന് നോർത്ത് പോളിന്ന് ലെറ്റർ വരും. അപ്പൊ ഞങ്ങളിത് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ നോർത്ത് പോൾ ക്രോസ് ചെയ്യുന്ന ഒക്കെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. സോ നമ്മളവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫാന്റസി ഐലൻഡിൽ ഇപ്പൊ ഒരു സിനിമയ്ക്കകത്ത് നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കാണില്ലേ നിങ്ങൾ, ചിലപ്പോൾ ഒരു ഡ്രീം വേൾഡിൽ. സോ ഇതെല്ലാം നമുക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺസെപ്റ്റ് നമ്മുടെ എക്സ്പോ സിറ്റിയിലുണ്ട്. പോയിട്ടുണ്ടോ? വിന്റർ സിറ്റി ഇതേപോലെ മിസ്സസ് സാന്റ പല സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ നമ്മുടെ മദീനത്തിലും ജുമേറയിലുണ്ട് ഒരു സാന്റ ഹൗസും ഇതുപോലെയൊക്കെയാണ്. എനിക്ക് സാന്റയുടെ കാര്യം പറഞ്ഞപ്പോൾ ഐ വുഡ് വോണ്ട് ടു ഷെയർ എ very cute story. Like one of my friends ഈ അടുത്ത് നമ്മൾ we were like catching up and ക്രിസ്മസിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പുള്ളി പറയായിരുന്നു ലൈക്ക് പുള്ളി ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മള് ഈ ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് അവര് കുട്ടികള് എഴുതിയിട്ട് വെക്കും ഇങ്ങനെ എന്താണ് സാന്റയ്ക്ക് ലെറ്റർ എഴുതും ഈ ക്രിസ്മസിന് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന്. പേരൻസ് ആണ് ആ ലെറ്റർ വായിക്കുന്നതും സാന്റ പോലെ ട്രീയുടെ അടുത്ത് പോയി ഗിഫ്റ്റ് ഒക്കെ വെക്കുന്നതും. But they were going through a very bad situation financially, and this guy was very small, maybe 10 years old anganendo. But he knew the family was going through a tough situation, but he didn't want to ask for anything big. അപ്പം പുള്ളി അറിയുന്നുണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ പുള്ളി എഴുതിയത് റബ്ബർ ബോൾ എഴുതി. റബ്ബർ ബോൾ ഇസ് ലൈക്ക് വെരി ചീപ്പ്, ലൈക്ക് അന്നെന്തോ 2 രൂപയോ 5 രൂപയ്ക്കേ ഉള്ളൂ. അപ്പൊ ഈ എല്ലാ കുട്ടികളും വലിയ കാര്യങ്ങളാണ് എഴുതുക, ഭയങ്കര സംഭവങ്ങൾ എഴുതുമ്പോ പുള്ളി റോട്ട് റബ്ബർ ബോൾന്ന്. അപ്പൊ ഇത് വായിച്ചപ്പോ പേരൻസിന് ഭയങ്കര സങ്കടമായി പോയി. അവർക്ക് മനസ്സിലായി എനിവേ എ ചൈൽഡ് വുഡ്ന്റ് വാണ്ട് ടു ബൈ എ റബ്ബർ ബോൾ ഫോർ ക്രിസ്മസ്. അപ്പൊ അവർക്ക് മനസ്സിലായി പുള്ളി ഇങ്ങനെ എല്ലാം അറിഞ്ഞ് ഇങ്ങനെ എഴുതിയതാണ്. They somehow managed to like get money and all of that, and they bought ഒരു ഫുൾ മറ്റേ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പൊ ഫുൾ മറ്റേ ക്രിക്കറ്റിന്റെ ഇതുണ്ടല്ലോ, ആ മറ്റേ പാഡും അതും ഒക്കെ ഉള്ള ഫുൾ സാധനം ഹെൽമെറ്റ് എല്ലാം വെച്ചുള്ള ഒരു കിറ്റ്, ഒരു ക്രിസ്മസ് ക്രിക്കറ്റ് കിറ്റ് വാങ്ങിച്ചു കൊടുത്തു. എനി ബോയ്സ് ഡ്രീം. അപ്പൊ ഹി വാസ് സോ സർപ്രൈസ്ഡ് ആ ഒരു ക്രിസ്മസ് ദിവസം. കാരണം പുള്ളി എഴുതിയിട്ട് റബ്ബർ ബോളാ, കിട്ടാനും ചാൻസ് റബ്ബർ ബോളാന്നായിരുന്നു പുള്ളി വിചാരിച്ച. പിന്നെ വീട്ടുകാർക്ക് അപ്പൊ ആ സമയത്ത് പൈസയും ഇല്ല. പക്ഷെ വീട്ടുകാർ അത് ആ കുട്ടിയുടെ സന്തോഷം കാണാൻ വേണ്ടി ക്രിസ്മസ് ഡേയിൽ ചെയ്തൊരു കാര്യമാണ്. എനിക്കത് കേട്ടപ്പോ ഐ ഫെൽറ്റ് വെരി ഓ അബൌട്ട്. എനിക്ക് ഞാൻ കേട്ടൊരു സ്വീറ്റസ്റ്റ് സ്റ്റോറി, ഇത് റിയൽ സ്റ്റോറിയാണ്. ഹിയർ നൗ ദുബായിൽ തന്നെ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And they are like well settled now. Now he's like taking his parents on trips and everything. Yeah, it's all about bonding. അങ്ങനെ ഒരു relationship bonding ന്റെ ഒരു സമയം കൂടെയാണ്. I know, yeah. Hello. വെൽക്കം ടു കലക്കൻ ക്രിസ്മസ്. കിളിക്കാം, നമുക്ക് കുഴപ്പമില്ല. റെയിൻഡിയറിന്റെ ആരാണ്? Hi, my name is Delna. Your name is sorry? Delna. മലയാളിയാണ്. Merry Christmas, Delna. Merry Christmas. ഡെൽന ഒരു പാട്ട് പാടി തുടങ്ങുന്നോ ക്രിസ്മസിന്റെ? No. Okay. എനിക്ക് തോന്നുന്നു നമുക്കെല്ലാം ഈ പാട്ട് പാടാൻ അറിയാമെങ്കിൽ ഒരു ചമ്മലാന്ന് തോന്നുന്നല്ലേ പാടാനായിട്ട്? അങ്ങനെയല്ല, പാട്ട് പാടാൻ ഒരു നല്ല സൗണ്ട് വേണമല്ലോ. ഞാനില്ല ഡെല്ല ഇവിടെ വരുമ്പോ പാടാന്നൊക്കെ വരുമ്പോ എന്നോട് പ്രൊഡ്യൂസർ പറഞ്ഞു മണ്ടി പോയിരുന്നു, അവിടെ പോയി പാടി കൊളാ. ആക്ച്വലി ഏതോ പാട്ട് പാടാന്ന് എന്നോട് ഇവിടെ പറഞ്ഞു മിണ്ടി പോരുത്. അതാണ്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് സന്തോഷം വരുമ്പോ നമ്മള് പാടണം. അതെ, കേക്കിന്റെ കേട്ടാ മതി. ഇപ്പൊ സന്തോഷം ഇതെല്ലാം പാടും, വേണ്ട അത്ര സന്തോഷം. ഓക്കെ ഡെൽന, ഡെൽനയുടെ ക്രിസ്മസ് എങ്ങനെ പോയി? എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ കഴിച്ചു? കേക്കട്ടെ. കഴിച്ചത് കപ്പ ബിരിയാണി കഴിച്ചു. കപ്പ. ഓക്കെ, കപ്പയും ബിരിയാണിയും. പിന്നെ രാവിലെ അപ്പം ഉണ്ടാക്കിയില്ലേ? ക്രിസ്മസ് അപ്പം ഓഫീസ് ഉണ്ടായിരുന്നു. ഓ, അപ്പം എന്തൊക്കെയാണ് ക്രിസ്മസ് പണ്ട് സെലിബ്രേറ്റ് ചെയ്ത ക്രിസ്മസ് ഇന്ന് മിസ് ചെയ്യുന്നത്? ഇപ്പം എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഹോംലി ഫുഡ്, പിന്നെ കരോൾ, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദേഴ്സ്. എവിടെയാ? നാട്ടിൽ എവിടെയാ ഡെൽന? നാട്ടിൽ എറണാകുളം. എപ്പോഴായിരുന്നു എറണാകുളത്തെ ലാസ്റ്റ് ക്രിസ്മസ്? 2 years back. 2 years back. Not bad. ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഡെൽന?
വല്ലാണ്ട്. ശരിക്കും 2024 പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഒരു 2021 മുതൽ ഇത് വളരെ പെട്ടെന്നാണ്. ഞാൻ അറിയുന്നില്ല. അല്ല അത് പോട്ടെ, ഡിസംബർ ഡിസംബറിലാണല്ലോ എത്ര പെട്ടെന്നല്ലേ ഡിസംബർ തുടങ്ങിയതും അവസാനിച്ചതൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഡെൽന, യെസ്. എന്താണ് 2025ലോട്ടുള്ള പ്ലാൻ? എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇപ്പോഴേ? ഞാൻ ഇങ്ങനെ ആകും അങ്ങനെ ആകും അങ്ങനെയൊക്കെ. ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഇപ്രാവശ്യം നന്നായിക്കോളാമല്ലോ. നന്നായിക്കോളാം. പിന്നെ ഇനി ഫർദർ നല്ലതോടെ ആവശ്യമുള്ളൂ. കറന്റ് ഇപ്പൊ ഡെല്ല എവിടെയുള്ള? വീട്ടിലാണോ അതോ കാറിലാണോ? അല്ല, വീട്ടിലാണ്. ഞാൻ പ്രോഗ്രാം കാണുന്നുണ്ട്. ഓക്കെ ഡെല്ല, നമുക്കെന്നാ ഷജീലയുടെ ഒരു പാട്ട് കേട്ടാലോ? ദൈവമേ, കാരണം അവള് ഭയങ്കര ഞാൻ പ്രിപ്പയർഡ് അത് മാത്രമല്ല, ഷജില നന്നായി പാടും. എന്റെ അടുത്ത് ഇവിടെ കുറെ പേര് ഞാൻ പാടുന്നു പറഞ്ഞ പോലെ. പക്ഷെ ഞാൻ പാടുമെന്ന് ഇവരാരും പറഞ്ഞില്ല. അതാണ് എനിക്ക് സംശയം. അതിലാണ് ഇവരുടെ ഒരു കോൺഫിഡൻസ് കേട്ടോ. ഇവരാരും തന്നെ ഞാൻ പാടുമെന്ന് പറഞ്ഞിട്ടില്ല. സിമി പാടും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് us. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഡെല്ല കേട്ടോണ്ടിരുന്നോളൂ കേട്ടോ. ഇപ്പൊ ഷജീല പാടും. അപ്പൊ നമുക്ക് ലക്കി ഡ്രോയിലെ പേര് എന്തായാലും അപ്പൊ ഡെല്ലയുടെ പേരും ലക്കി ഡ്രോയിൽ പോയിട്ടുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഒത്തിരി കേക്ക്സ് ഉണ്ട് ഇവിടെ അല്ലെ. അപ്പൊ ആരൊക്കെയാണ് കിട്ടുന്ന നോക്കാം. അപ്പം ഞാൻ പാടണമെങ്കിൽ എന്റെ കൂടെ സ്നേഹയും പാടണം, സിമിക്കും പാടാം. ഞങ്ങൾ പാടുന്നതായിരിക്കും അല്ലേ? നമ്മൾ പാടും പിന്നില്ല. അല്ല, എനിക്ക് ലിറിക്സ് അറിയത്തില്ല. എന്റെ ക്രിസ്മസ് ആവുമ്പോ ഡിസംബർ ആവുമ്പോ എന്റെ മനസ്സിൽ വരുന്ന പാട്ട്, ഐ ഡോണ്ട് നോ ഇഫ് യു നോ ദ ലിറിക്സ്. ക്രിസ്മസ് ട്രീ അറിയോ? Christmas tree, oh Christmas tree. എന്റെ അതിന്റെ ട്യൂൺ ആകെ മറന്നു. Christmas tree, oh Christmas tree, how lovely are thy branches. ആ പാട്ടറിയോ? എനിക്കും അറിയില്ല. പാട്ട് ക്രിസ്മസ് ട്രീ അത് ആക്ച്വലി ഒരു മൂവിയിലും ഉണ്ടായിരുന്നു. ഇറ്റ്സ് എൻ ഓൾഡ് സോങ് ബട്ട് ഇറ്റ്സ് വെരി ലവ്ലി. ഞാൻ കുറച്ചും കൂടെ കേൾക്കണം എന്ന് ആഗ്രഹം. എനിക്ക് ഇത്ര അറിയൂടാ. ഞാൻ റിപ്പീറ്റ് മോഡിൽ പിന്നെ പഠിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് പറഞ്ഞ പാട്ടുകാരി. എനിക്ക് എന്നെയും ഈ പറഞ്ഞ പോലെ വെറുതെ എല്ലാവരും പാടാൻ വേണ്ടിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തതാണ്. ഞാൻ നന്നായി പാടും എന്നൊക്കെ. പാടില്ല. ജസ്റ്റ് two lines. ഓക്കെ, ഞാനൊരു ഇംഗ്ലീഷ് പാട്ട് പാടാം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ പാടോ? എനിക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ലിറിക്സ് നോക്കണം. പക്ഷെ ഞാൻ ഫോൺ എടുക്കട്ടെ. ഓക്കെ. റൂഡോൾഫ് ദ റെഡ് നോസ് റെയിൻഡിയർ ആണ്. അപ്പൊ എനിക്ക് ഐ ഫൈൻഡ് റൂഡോൾഫ് വെരി ക്യൂട്ട്. അപ്പൊ ഞാൻ ഐ ബൈ എവറിത്തിങ് റൂഡോൾഫിന്റെ. മറ്റേ സ്ലിപ്പേഴ്സ് വരെ ഞാൻ മേടിക്കും മറ്റേ ക്രിസ്മസ് ആയി കഴിഞ്ഞാല്. അപ്പൊ അത് പാടാം. ഓക്കെ, ഇറ്റ്സ് എ വെരി ക്യൂട്ട് സോങ്. പക്ഷെ ഞാൻ കുറച്ച് എന്റെ മോശം ശബ്ദം ആയതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഇങ്ങനെയൊന്നും അല്ല സിംഗേഴ്സ് ഒക്കെ പറയാറ്. ഇന്ന് എനിക്ക് തൊണ്ടവേദനയാണ്, എന്റെ സൗണ്ട് അങ്ങനെയാണ്. പക്ഷെ ഈ പാട്ട് ശരിക്കും ഇങ്ങനെയല്ല. ഇത് കഴിഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ ഇത് യൂട്യൂബിലൊക്കെ പോയി കേൾക്കാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത്. ഓക്കെ, എന്റെ കൂടെ പാടുവോ? ഓക്കെ, എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. എന്താ പാട്ട്? വാട്ട് ഈസ് ദി സോങ് കോൾഡ്? റൂഡോൾഫ് ദ റെഡ് നോസ് റെയിൻഡിയർ. ഓക്കെ, തുടങ്ങാം നമുക്ക്. 3, 2, 1. Rudolph the red-nosed reindeer had a very shiny nose, and if you ever saw it, you didn't see it close. All of the other reindeer used to laugh and call him names. They never let poor Rudolph join in any reindeer games. Then one foggy Christmas Eve, Santa came to say, Rudolph, with your nose so bright, won't you guide my sleigh tonight? ഇപ്പൊ ഇതിനകത്ത് സംഭവം എന്താന്ന് വെച്ചാൽ ഇതിന്റെ മ്യൂസിക് ഇതാണ്, സ്നേഹമൂളും ഞാൻ പാടും എന്നായിരുന്നു ഇതിനകത്ത് എന്റെ ഒരു ലക്ഷ്യം. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അതങ്ങനെയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എൻജോയ് ചെയ്തു. പക്ഷെ ഞങ്ങൾ വീണ്ടും പറയുന്നു, പാട്ട് പാടാൻ അറിയാത്ത ഒരാൾ ഇത് പാടിയതിന്റെ എല്ലാ പക്ഷെ ആ ലിറിക്സ് എടുത്ത് വെച്ചപ്പോ ഉണ്ടല്ലോ എന്തോ ഒരു തെറ്റിദ്ധാരണ പിന്നെ എനിക്ക് വന്നു.
പക്ഷെ അതാണ് ഞങ്ങളുടെ വിജയ ലക്ഷ്യം. ഞങ്ങളുടെ മാത്രം പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ വരെ എത്തുന്നത് തന്നെ ഇങ്ങനെ ധാരണയിൽ ജീവിച്ചിട്ടാണ്. പാട്ട് കേട്ടിട്ടുള്ള ഫാൻസ് ഉണ്ടാവും. അയ്യോ, അങ്ങനെയാണ് നിങ്ങളെന്ന് BP ഇടേണ്ടി വരും എന്നൊക്കെ. ലൈക്ക് നമ്മളിപ്പോ തുടക്കത്തില് ഞാൻ സ്നേഹനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ആർട്ടിസ്റ്റാണ്. അപ്പൊ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, സ്നേഹ ഒരു മൾട്ടി ടാസ്കർ ആണ് അല്ലെ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹൗ ഡു യു മാനേജ് ഓൾ ഓഫ് ദിസ്? സോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ചിലപ്പം കൊച്ചു കുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്കും ആസ് എ ഗേൾ അതും നമ്മൾ പറയണല്ലോ. ഹൗ ഡു യു മാനേജ് ടു ഡു ഓൾ ദിസ്? ആൻഡ് എന്നാണ് മനസ്സിലായത് ദാറ്റ് ഐ കെൻ ഡു ഡിഫറെന്റ് തിങ്സ് എന്നൊക്കെ മനസ്സിലായത് ഒരു ഇതുണ്ടല്ലോ, അതെങ്ങനെയാണ്? I think there's another side to it also. There's one thing that ഇതാണ് എനിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം, അതും പറയണം ഞാൻ. എനിക്ക് നാളെ എന്നെ അതായത് മീഡിയ എന്റർടൈൻമെന്റ് എന്നുള്ളത്. കാരണം ഇപ്പൊ ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരെയും പോലെ ഒരു കോർപ്പറേറ്റ് ഫേമിൽ എനിക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മോശമായിട്ടല്ല, അതിനുള്ള ടാലന്റ് എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I did BCom. അപ്പം എനിക്ക് ഇഷ്ടം ചെയ്യാൻ എന്റർടൈൻമെന്റ് ആണ്, ബീറ്റ് ആർജിങ്, ഹോസ്റ്റിംഗ്, ആക്ടിങ്, എവറിഥിങ്. അപ്പൊ അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഐ ഗിവ് മൈ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ഇറ്റ്. And I can't sit idle also, like that means you do with your passion. I do it very passionately. So stress തോന്നില്ല when you do multitasking? I mean, if you have a long day, എല്ലാ മനുഷ്യരെ പോലെ എനിക്ക് ഭയങ്കര ക്ഷീണം, എക്സോഷൻ ഒക്കെ എനിക്ക് തോന്നും. പക്ഷെ നമ്മൾ എന്നും പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് ചെയ്യാൻ പോകുന്നത്, അത് നമുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതിന് നമ്മൾ എന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. കാരണം എത്രയോ പേർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ഫോർ സോ മെനി റീസൺസ് അല്ലെ, പലരും ഫാമിലി കാരണമോ മറ്റു കാരണങ്ങൾ കൊണ്ടോ. അപ്പം I wake up every morning being very grateful, and എപ്പോഴും ഞാനത് എൻ്റെ അടുത്ത് തന്നെ പറയാറുണ്ട്, that I'm so thankful that I've come this far. And I don't compare myself with anybody. I think nobody should do that. I used to do that when I was like എൻ്റെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പം എനിക്ക് അവരെ പോലെ ആവണം, ഇവരെ പോലെ ആവണം. എന്തുകൊണ്ട് ഞാൻ എന്നെ എപ്പോഴും മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു യു ഷുഡ് നെവർ ഡു ദാറ്റ്. യു ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ആൻഡ് ഓൺലി ബെസ്റ്റ് തിങ്സ് വിൽ കം യുവർ വേ. ആക്ടിംഗിലേക്ക് ഇനിയും കൂടുതലും ആക്ടിംഗിലേക്ക് ഇനി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഹൗ ബിക്കോസ് ആക്ടിംഗ് ഒരു പറഞ്ഞാൽ ഒരു റുട്ടീൻ വർക്ക് അല്ല. സോ യു I love acting. അതെന്റെ വലിയൊരു പാഷനാണ്. പക്ഷെ ഐ എം നോട്ട് സംബഡി who will leave everything behind for that. Which I don't know if it's a good thing or a bad thing. I know a lot of people leaving their jobs, leaving everything behind and going after their passion. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരെണ്ണത്തിൽ മാത്രം ഡിപ്പെൻഡന്റ് ആയിരിക്കാൻ പറ്റില്ല. മേ ബി മൾട്ടി ടാസ്കിങ്ങിന്റെ ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഈ രീതിയിലും കൂടി ആയിരിക്കാം. കാരണം I always need 2-3 things. ഇപ്പോൾ ഇഫ് വൺ തിങ് ഡസൻ വർക്ക് ഔട്ട്, ഐ ഹാവ് അനദർ ഓപ്ഷൻ. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം തെറ്റാവാൻ ശരിയാവാം. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കാര്യത്തിൽ ഡിപ്പെൻഡന്റ് ആകുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രേക്ക് അസ്. കാരണം വിൽ തിങ്ക് വി ഹാവ് നോ അതർ ഓപ്ഷൻ. അത് ചിന്തിച്ച് പലരും ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മളല്ലാതെ ആവും. എനിക്ക് തോന്നുന്നു നമുക്ക് എപ്പോഴും ഒരു ഓപ്ഷൻ ബി അല്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടെങ്കിൽ വിൽ ബി വെരി ചിൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, ദിസ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്, മേ ബി ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഐ ഹാവ് അനദർ തിങ് ടു ഡു. അപ്പോൾ ഐ വിൽ ഓൾവേസ് ഹാവ് ലൈക്ക് 2-3 things ആസ് ഓപ്ഷൻസ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇഫ് ഇറ്റ് കംസ് മൈ വേ, ഡെഫിനറ്റ്ലി ഐ വുഡ് ലവ് ടു ടേക്ക് ഇറ്റ് അപ്പ്. എന്ന് വെച്ച് ഞാൻ അങ്ങനെ അത് മാത്രം ചെയ്യണം അങ്ങനെ ഒരു ഇതില്ല. ഈ വർഷം ക്രിസ്മസിന് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഡ്രീംസ് ഇതുപോലെ ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ അല്ലേ? അപ്പൊ സ്നേഹ, താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് സം ക്വാളിറ്റി ടൈം. Absolutely my pleasure. I feel like talking to two friends. I actually know the both of you. ഇതിനു മുന്നേ തന്നെ അപ്പോൾ it felt like ഒരു catching up with friends. Very true. അപ്പോൾ ഈ നെക്സ്റ്റ് 2025 ക്രിസ്മസിന് നമുക്ക് വീണ്ടും കാണാം ഇതേ പ്ലാറ്റ്ഫോമിൽ. Yes. അപ്പൊ ഒന്നും കൂടെ എല്ലാവർക്കും ഞങ്ങളുടെ മെറി ക്രിസ്മസ്. Powered by Lulu Super Shopping Deals, super products, super savings.